ഇത് അഖലാഖിലെ 11ാമത്തെ പാഠം. ഇത് നമ്മുടെ രാജ്യമാണ്. അതിൽ പറയുന്ന പോയിന്റ്സ് ഇന്ത്യക്കാരാണ്, നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കണം. പിന്നെ ഇന്ത്യയുടെ പ്രത്യേകത പറയുന്നത് ഇന്ത്യയിൽ ആർക്കും ഏത് മതവും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മതവിശ്വാസങ്ങൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പ് നൽകുന്നു. ഭരണഘടന എന്ത് ഉറപ്പ് നൽകുന്നു പഠിച്ചു നോക്കണം. പിന്നെ ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. ഇതും ചോദ്യം വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഈ ഭാഗത്ത് കാര്യമായി ചോദ്യം വരാനുള്ള വാക്കുകളാണ്. ഇനി സാമൂഹ്യത്തിലെ ബാധ്യത പറയുന്നത് മതത്തിന്റെ പേരിൽ കലഹിക്കരുത്, അന്യമതസ്ഥരെ ദ്രോഹിക്കരുത്, പരസ്പരം സ്നേഹവും മമതയും പുലർത്തണം. പിന്നെ നമ്മുടെ ലക്ഷ്യമാണ് പറയുന്നത് നാടിന്റെ ഐശ്വര്യവും നാടിന്റെ പുരോഗതിയുമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ അറിവും ആരോഗ്യവും കഴിവുകളും ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നു. പിന്നെ മതത്തിന്റെ പേരിൽ അതിക്രമങ്ങളെ കുറിച്ച് പറയുന്നത് മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ അംഗീകരിക്കരുത്, പരസ്പരം കരുണ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, മറ്റുള്ള മതസ്ഥരെ ആക്രമിക്കരുത്, ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നാടിന്റെ ഐശ്വര്യവും പുരോഗതിയും നമ്മുടെ ലക്ഷ്യമാണ്. സത്യവിശ്വാസികളുടെ സ്വഭാവത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. ദേശസ്നേഹം സത്യവിശ്വാസികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഓക്കെ, ദേശസ്നേഹം സത്യവിശ്വാസികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. പിന്നെ ഇന്ത്യയെ കുറിച്ച് എല്ലാ മതസ്ഥരും ഒരുപോലെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഇന്ത്യ, ഇതാണ് നമ്മുടെ സ്വപ്നം. ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യ